നമസ്കാരം. അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഗുരുവായൂരൊന്ന് പോകാനുണ്ട്. അമ്പലത്തേക്കല്ല, ചേച്ചി അവിടെയാണ്. അപ്പോൾ അവിടെ ഒരു സാധനം കൊണ്ടേ കൊടുക്കാനുണ്ട്. അതുപോലെ ഓൺ ദ വേയിൽ എൻ്റെ 2-3 നമ്മളെ മീൻകുളത്തിൻ്റെ മീനിൻ്റെ തീറ്റയൊക്കെ ഞാൻ ആ ഭാഗത്തു നിന്നാണ് വാങ്ങാറ്. ചങ്ങനംകുളത്തു നിന്നാണ് വാങ്ങാറ്, പെരുമ്പിലാവുന്നാണ് വാങ്ങാറ്. അപ്പോൾ അത് വാങ്ങാനുണ്ട്. അപ്പോൾ 1-2 ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞായറാഴ്ചയാണ്, വേഗം പോയിട്ട് വേഗം വരണം. വീട്ടിലും കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം സ്ഥലത്ത് പ്ലാൻ ചെയ്യുന്നു. ഭാഗ്യത്തിന് ഇന്നും മഴയില്ല കേട്ടോ. ഇന്നലെ ഇവിടെ പേമാരിയായിരുന്നു. 1 ജൂൺ 1 ഇവിടെ പേമാരിയായിരുന്നു, ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും മഴയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അവിടേക്ക് എന്താ അവസ്ഥ എന്നറിയില്ല. കുന്നംകുളം ഭാഗത്തും തൃശ്ശൂർ ഗുരുവായൂർ ഭാഗത്തൊക്കെ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ക്ലൈമറ്റ് ഒന്ന് ഡൗൺ ആയി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് രാവിലെ പോയിട്ട് വേഗം വരാമെന്നുള്ള പരിപാടിയിലാണ്. അപ്പം ഈ സ്ഥലം എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഇത് കടവല്ലൂർ, നമ്മൾ ചങ്ങരംകുളം കഴിഞ്ഞിട്ട് ഉള്ള കടവല്ലൂരാണ്. ഇപ്പോൾ നല്ല 2 സൈഡിലും ഫുൾ പാടമാണ്. തല വരെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതാണ്. ഈ സ്ഥലം എന്തായാലും എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാരണം ക്യാമറ ഉള്ള സ്പേസാണ്. ഇപ്പോൾ അതാ കോഴിക്കോട് നിന്ന് ഭാഗത്തുനിന്ന് വരുന്നിടത്താണ് ക്യാമറ ഉള്ളത്. അതുകൊണ്ട് ഇത് പണ്ട് മുതലേ ക്യാമറ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ നല്ല വീതിയുള്ള സ്ഥലമാണ്. നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് 2 സൈഡിലും നല്ല മഴക്കാറ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെറ്റായിട്ട്. പക്ഷേ മഴ പെയ്തില്ല, നമ്മളിന്ന് രക്ഷപ്പെട്ടു. നമ്മളിപ്പോൾ പെരുമ്പിലാവ് ഇവിടെ ഒരു മെമോ പെറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അപ്പോൾ കടയുടെ പേര് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് തീറ്റ വാങ്ങാറുള്ളത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഡൗണായി വരുന്നുണ്ട് കാർമേഘങ്ങളൊക്കെ. അപ്പോൾ ഇനി തിരിച്ച് വരുമ്പോൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കടന്ന് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകുകയാണ്. കാരണം ഇനി വരുമ്പോൾ മഴയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങിയാണ് കുറച്ച് മലക്കണം. തീറ്റ വാങ്ങും. നമ്മളെപ്പോഴും ഈ കടയിൽ നിന്ന് ഈ കാറ്റിൻ്റെ ഫുഡ് കൊണ്ടുവരുന്ന ബാക്കിലാണ് തീറ്റ ഞാൻ കൊണ്ടുപോകാറ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം തീറ്റ വാങ്ങി പെലറ്റ് വാങ്ങിയിട്ട് നമ്മൾ ഇനി ഗുരുവായൂർ. അപ്പോൾ നമ്മൾ കുന്നംകുളം എത്തിയപ്പോൾ തന്നെ മഴ പെയ്യാൻ ചാറാൻ തുടങ്ങി എന്നാണ് കുട്ടി കുന്നംകുളം എത്തുമ്പോൾ തന്നെ അറിയാം ഇവിടെ നല്ല മഴയാണെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് മാറി. ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ റിംഗ് റോഡ് കൂടെ ഇറങ്ങുകയാണ്, കുന്നംകുളം ഗുരുവായൂർ റൂട്ടിലോട്ട്. ഇനിയുള്ള കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർക്കാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ 2-3 ദിവസം മുന്നേ ഗുരുവായൂർ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ നിന്ന് ലൈനൊക്കെ നിന്ന് തൊഴാൻ വേണ്ടി പോയിട്ട് നമ്മളെപ്പോഴും ഡയറക്റ്റായിട്ട് കയറി പോകുന്ന കാരണം കുറേ ആയിട്ട് ലൈൻ നിന്നിട്ട് കയറി തൊഴാൻ പറഞ്ഞ തലേ ദിവസം ഒക്കെ അവിടെ നിന്നിട്ട്. അപ്പോൾ ഇപ്പോൾ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പുറത്ത് മഴ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചാട്ടുകുളത്ത് പറയുമ്പോൾ തന്നെ മഴ കാണുന്നുണ്ട്. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൻ്റെ പണി നടക്കുന്ന കാരണം അവിടെ അടച്ചിട്ടിരിക്കുക. അതുകൊണ്ട് ഗുരുവായൂരിൽ നിന്ന് കിഴക്കേ നടക്കിലോട്ട് എന്ന് പറഞ്ഞാൽ മമ്മിയൂർ ഭാഗത്തു നിന്ന് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലോട്ട് വരുന്ന വഴിയുണ്ട്. എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെയൊക്കെ അത് കൂടെ വരുന്ന വഴി. അവിടെയാണ് ഇപ്പോൾ ബസ്സുകളൊക്കെ, റിംഗ് റോഡിലാണ് ബസ്സുകളൊക്കെ നിർത്തിയിരിക്കുന്നത്. അതിപ്പോൾ അതുകൊണ്ട് അത് 1 വേ ആക്കിയിരിക്കുന്നു. പക്ഷേ അവിടെ ഉള്ളവർക്ക് പോലും മനസ്സിലാവണില്ല ഗുരുവായൂരത്തെ ഒരു പ്രത്യേക തരം ഒരു ട്രാഫിക് സെറ്റപ്പാണ് അവിടെ. കാരണം ഒരു ദിവസം 1 വേ ആണെങ്കിൽ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതിൻ്റെ അപ്പുറത്തെ റോഡായിരിക്കും 1 വേ. അതുകൊണ്ട് ഒരു ഐഡിയയും കിട്ടാത്തൊരു സ്ഥലമാണ് ഗുരുവായൂർ. അതിപ്പോൾ നാളെ അവിടെ കടന്ന് കറങ്ങിയിരിക്കുന്നു. കാരണം അങ്ങോട്ട് പോകുമ്പോൾ രാവിലെ അമ്പലത്തിൽ തൊഴുതിട്ട് അപ്പോൾ ഇവിടെ വീട്ടിൽ പോയപ്പോൾ അവിടെ അടുത്ത് അപ്പോൾ തന്നെ തിരിച്ചിപ്പുറത്ത് കൂടെ വന്നപ്പോൾ ഇവിടെ 1 വേ ആക്കിക്കുന്നു. അങ്ങനെ ഗുരുവായൂർ അമ്പലം മുഴുവനും നമ്മൾ പ്രദക്ഷിണം വെക്കണം കാറും കൊണ്ട്. അതാണ് ഇപ്പോൾ ഗുരുവായൂരത്തെ സിസ്റ്റം. അപ്പോൾ ഇപ്പോൾ ചേച്ചി ഒക്കെ വീട്ടിൽ നിന്ന് നടക്കിലോട്ട് ഇറങ്ങിയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നടക്കിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ നോർമലായിട്ട് പറയുന്നതാണ്. നടക്കിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ പരിസരത്തോട്ട് ഇറങ്ങുക. നമ്മളൊക്കെ എല്ലാവരും പറയുന്നത് നടക്കിലുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അവിടേക്ക് എങ്ങനെ പോകണം എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. വീട്ടിലാകുമ്പോൾ കുഴപ്പമില്ലിരുന്നു, നേരെ വീട്ടിൽ പോയാൽ മതിയിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഏതൊക്കെ പോകണം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ഭാഗത്തു കൂടെ പോയാലും നടക്കില്ലത്. കാരണം അവർക്ക് തന്നെ ഗുരുവായൂരുള്ളവർക്ക് തന്നെ സത്യം അവർ ഡെയിലി പോയി വരുന്ന ആളുകളാണ്. അവർക്ക് പോലും മനസ്സിലാവില്ല എവിടെയാണെന്നുള്ളത്, ഏത് റോഡിൽ കൂടെയാണ് 1 വേ എന്നുള്ളത്. ഇപ്പോൾ അവിടെ പണി നടക്കും കൂടി. ഇപ്പോൾ റോഡൊക്കെ നന്നായപ്പോൾ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ബസ് സ്റ്റാൻഡിൻ്റെ പണി കഴിയാൻ 3-3.5 കൊല്ലം കഴിയുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇനി എന്താവും അവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഒരു എത്തും വീഡിയോയും കിട്ടുന്നില്ല. നല്ല എന്തായാലും കോമഡിയാണ് കാര്യം. ഇവിടെ ഒരു ചാട്ടുകുളം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ചാട്ടുകുളം നല്ല രീതിയിൽ ഇപ്പോൾ അവർ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നാൾ വരുമ്പോൾ ഇപ്പോൾ നല്ല കല്ലൊക്കെ
ചുറ്റുമതിലൊക്കെ കെട്ടി കുളമൊക്കെ വലുതാക്കി വെള്ളമൊക്കെ നാളെ വറ്റിച്ചിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അവസ്ഥ നോക്കട്ടെ. ചാട്ടുകുളം കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ചാട്ടുകുളം നല്ല സെറ്റായിട്ട് പുതുക്കി പണിത് അവര് അടിപൊളിയാക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തായാലും നന്നാവട്ടെ. നല്ലൊരു കുളമാണ്, നിറച്ച ആമ്പലും. നാളെ ഞങ്ങൾ ഒരു ദിവസം വന്ന് വരുമ്പോൾ മീനൊക്കെ പിടിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ് ചാട്ടുകുളം. അപ്പോൾ ഇനി റോഡ് കുറച്ച് അപ്പോൾ ഇതാണ് ആ പാർത്ഥസാരഥി അമ്പലത്തിൻ്റെ സൈഡിലോട്ടൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ ഇവിടെയാണ് വണ്ടികളൊക്കെ നിർത്തുന്നത്. അതിൻ്റെ ബ്ലോക്കും അവിടെയുണ്ട്. ഗുരുവായൂർ ഒന്നും ഇറങ്ങാനും സമയമില്ല. വേഗം ഏട്ടനെ വിളിച്ചിട്ട് സാധനം കൊടുത്തു പോവാണ്. കാരണം എവിടെയും നിർത്താനും സ്ഥലമില്ല. അന്ന് ഞായറാഴ്ച എൻ്റെ ചെറിയൊരു തിരക്കുണ്ട്. പോരാത്തതിന് ബസ്സുകളൊക്കെ കാരണം എവിടെയും നിർത്താനില്ല. വെറുതെ മാർക്കറ്റിലെ പാർക്കിങ്ങിലൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒന്നാമത് അവിടെ ഈ ഇല്ലാത്തടത്ത് വണ്ടി ഇത്രയും പാർക്കിംഗ് സൗകര്യം ഉണ്ടായിട്ടും റോഡിലൊക്കെ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് ആൾക്കാർ കുറെ ബ്ലോക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ അധികം ദേഷ്യത്തിലാണ്. അപ്പോൾ ഇപ്പം ഞാൻ ബ്രിഡ്ജ് കയറിയിട്ട് തൃശ്ശൂർ റൂട്ടിൽ കയറിയിട്ട് കൂടെ നമുക്ക് നിറയെ ഷോർട്ട് കട്ടുകൾ അതിലൂടെ പോകാനുള്ള പരിപാടിയാണ്. ഗുരുവായൂർ പിന്നെ നമുക്ക് റോഡുകൾക്ക് പറ്റുന്നില്ല. ഇഷ്ടംപോലെ പോക്കറ്റ് കാരണം കുറേ ഫ്ലാറ്റുകളൊന്നൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ കാരണം നമുക്ക് ഏത് കൂടെ കയറിയാലും എവിടെ ചെന്ന് എത്തും. ഒരു വീടിന്റെ മുന്നിൽ ചെന്ന് നിൽക്കില്ല. എന്തായാലും ആ റോഡുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ വഴി പോയി നമുക്ക് എവിടെ ചെന്ന് കയറാം. വെള്ളമൊക്കെ കാണുന്നുണ്ടല്ലോ. അതും ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമാണ്. ഏത് റോഡിലാണ് വെള്ളം കയറി കിടക്കുന്നത്. അങ്ങനെയും കുറെ ബ്ലോക്ക് ആക്കുന്നുണ്ട്. പിന്നെ അന്ന് എവിടെയോ മഴ ചെയ്ത് അപ്പുറത്ത് ബ്ലോക്കായിരുന്നു പറഞ്ഞിരുന്നു. വലിയ വെള്ളമൊന്നുമില്ല. അതൊക്കെ കഷ്ടമാണ് ഇവിടുത്തെ കാര്യം. റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലോട്ട് സൈഡിലേക്കുള്ള റോഡിൽ കൂടെ കയറാൻ സൈഡൊക്കെ പോയി ഇനിയിപ്പോൾ എന്താണോ വേണം. റെയിൽവേ സ്റ്റേഷനാണ് അവിടെ കാണുന്നത്. അങ്ങനെ പോയിട്ട് അപ്പുറത്തേക്ക് തിരുവെങ്കിടം അമ്പലത്തിന്റെ മുന്നിലോട്ടുള്ള റോഡിലാണ്. തിരുവെങ്കിടം അമ്പലം അറിയുമെന്ന് വിചാരിക്കുന്നു. തിരുവെങ്കിടം അമ്പലത്തിന്റെ റോഡിലോട്ടാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ചേച്ചിനെയും വീടും വരുന്നത്. ഇപ്പൊ അവിടെ കയറുന്നില്ല. ആ നേരം പോകും. ഇനി അടുത്ത മഴ വരുന്നതിന്റെ മുന്നേ കുറച്ച് ദൂരം പോയി കിട്ടിയാൽ മഴയത്ത് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേക ഹൈവേ വേണം. അപ്പൊ ഇവിടെയാണ് തിരുവെങ്കിടാചലപതി ക്ഷേത്രം. ഇതാണ് തിരുവെങ്കിടം അമ്പലം. നമ്മുടെ തിരുപ്പതിയിലെ സെയിം പൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെയാണ്. അപ്പോൾ അവിടെ പോകുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് അറിയുന്ന ആളുകളായിരിക്കും തിരുവെങ്കിടാചലപതി ക്ഷേത്രം. അപ്പോൾ നമുക്ക് ഈ റോഡ് നമ്മൾ റോഡിൽ മഴയെന്ന് വിളിച്ചു വന്നത്. അപ്പോൾ ഈ റോഡ് കൂടെ നമുക്ക് പോയിട്ട് നമ്മൾ ചേരുന്നത് ഗുരുവായൂർ ശ്മശാനം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കോട്ടപ്പടിയിലാണ് നമ്മൾ ചെന്ന് ചേരുക. അപ്പോൾ അവിടുന്ന് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂരിൻ്റെ കുന്നംകുളം റോഡിൽ ചെന്ന് കയറും. അപ്പോൾ നമ്മൾ കുന്നംകുളം എത്തിയപ്പോൾ നല്ല മഴ പെയ്യാനുള്ള സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ആ മഴ അങ്ങോട്ട് പെയ്തിട്ടില്ല തോന്നുന്നു. പക്ഷെ അവിടെ വെള്ളമൊക്കെ ഒഴുകി കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ മഴ പെയ്തിട്ടില്ല. ഇന്നലെ പെയ്ത മഴത്തിൻ്റെയൊക്കെ ഊജാലൊക്കെ സൈഡിലെ ഊജാലൊക്കെ നിറഞ്ഞിട്ട് ഫുൾ റോഡിലാണ് വെള്ളം. ഇതൊക്കെയാണ് നമ്മളവിടെ പിന്നെ ഊജാലില്ലാത്ത കാരണം കുഴപ്പമില്ല. ഇവിടെ എനിക്ക് ഊജാലി നിറഞ്ഞിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വല്ലാത്ത കഷ്ടമാണ്. അപ്പൊ നമ്മൾ തിരിച്ച് കുറ്റിപ്പുറം തന്നെ എത്തി. റോഡ് ഈ റോഡിന് എത്ര കാലം ഇങ്ങനെ ഉണ്ടാവും അറിയില്ല. കാരണം പകുതി വഴി എത്തിയിട്ടുണ്ട്. കയറിയിട്ട് നല്ല റോഡായിരുന്നു. അപ്പൊ ഏത് സൈഡിൽ കൂടെയാണ് പോവുക എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. കാരണം ഇതാ ബൈക്കുകളൊക്കെ വഴിയരികിൽ കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും വിളിക്കാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ആ പൈപ്പിൻ്റെ റോഡിൻ്റെയും കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകും. ഇപ്പോൾ ഭാരതപ്പുഴയിൽ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളമുണ്ട്. എന്നാലും വെള്ളമില്ല. പുഴയിൽ തീരെ വെള്ളം വന്നിട്ടില്ല. ഒരു കാട് തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും അറിയുന്നതാണ് ഭാരതപ്പുഴ നിറയണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. വണ്ടി നിർത്താനുള്ള സമയമില്ല. അതുകൊണ്ടാണ്. വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തന്നെ വെള്ളമുണ്ട്. അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇതിപ്പോൾ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന കുറച്ച് കാലത്ത് ഉണ്ടാകുന്ന വെള്ളം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഇതിൽ വെള്ളം നന്നായി വന്ന് കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലഡിലാണ്. 2017, 2018, 2019 ഫ്ലഡിലാണ് വെള്ളം
നന്നായി വന്നത്. കാരണം ഈ ഭാരതപ്പുഴയിൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള തോൾ ചാനലിൽ കൂടെ അങ്ങോട്ട് കണക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെയൊക്കെ വെള്ളം വരും. പാലക്കാട് തുറക്കണം, 2 ഫ്ലഡ് സമയത്തും പാലക്കാട് ഡാം തുറന്നുകൊണ്ട് നമുക്ക് ഭാരതപ്പുഴയിൽ വെള്ളം വന്നു. അല്ലാതെ ഭാരതപ്പുഴയിൽ മഴ പെയ്തിട്ട് വെള്ളം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അറിയാം അതിൻ്റെ ഒരു വലിപ്പം വീതി എല്ലാവർക്കും അറിയുന്ന കാരണം 2 തലയൊക്കെ മുട്ടിയിട്ട് വെള്ളം അതിൽ വരിക എന്ന് പറയുന്നത് അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ 1 മണിയായി, രാവിലെ 10 മണി 10:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയത്. നമ്മൾ വളരെ പെട്ടെന്ന് 1 മണിയാവുന്നതിന് തിരിച്ച് ഇരുന്നായിട്ട് ഗുരുവായൂർ പോയിട്ട് സമയമില്ല, ഇന്ന് വേറെ പരിപാടികളുണ്ട്. അതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് തന്നെയൊക്കെ ആകുമ്പോഴേക്കും പുറത്തൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര പണിയാണ്, 4 കിലോമീറ്റർ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെത്തി, കാരണം 2 ദിവസമായിട്ട് പരിപാടികളും നോക്കിയിട്ട് ഭക്ഷണങ്ങൾക്ക് വീട്ടിൽ നിന്ന് സമാധാനമായിട്ട് കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് വേഗം പോയി വരിക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മഴ കാണാനില്ല. ഇവിടെ നമ്മൾ മഴ വരും വിചാരിച്ചിട്ട് എവിടെയും മഴ ഒന്നുമില്ല, എവിടെയും മഴയിൽ വീടും ചെയ്തില്ല. ബൈക്കൊക്കെ പോയാൽ മതിയെന്ന് കുഴപ്പമില്ല. മഴ വരും വിചാരിച്ചിട്ടാണ് ബൈക്കെടുത്ത് പോകാറ്. ബൈക്കെടുത്ത് പോകാൻ ചിലപ്പോൾ തീറ്റാണ്. അപ്പോൾ നമ്മൾ നാട്ടിലെത്തി. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഉച്ചത്തെ മഴ കാണാനില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. കാരണം അമ്മയ്ക്ക് സ്കൂള് നാളെ തുറക്കുകയാണല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം എവിടേക്കും ഇറങ്ങിയിട്ടില്ല. കുറേ വെക്കേഷനിലൊക്കെ കുറച്ച് പരിപാടികളൊക്കെ കാരണം അതുകൊണ്ട് ബാഗ് എന്തൊക്കെയോ വാങ്ങാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ. അതുകൊണ്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം തിരൂരൊന്ന് പോയി നോക്കണം എന്ന് വിചാരിക്കുന്നു. മഴ കാണുന്നില്ല, മഴ പെയ്താൽ പോയില്ല, മഴ പെയ്യാൻ എന്തായാലും. അപ്പോൾ കുറ്റിപ്പുറത്തേക്ക് തിരൂര് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. ആ പ്ലാൻ കുറ്റിപ്പുറത്തെ ട്രക്കിയാണ്. കുറ്റിപ്പുറം പോയിട്ട് ബാഗും ചെരുപ്പ് സ്കൂള് തുറക്കില്ല. അപ്പോൾ പിന്നെ അവരെ ഒരു 2 കൊല്ലമൊക്കെ കൂടുമ്പോഴാണ് ബാഗൊക്കെ വാങ്ങുക. നമ്മളുടെ ബാഗ് നമ്മൾ കൊണ്ടുപോകാനുള്ള ബാഗ്. അപ്പോൾ നമ്മൾ പോയി സാധനങ്ങൾ വാങ്ങുന്നു. ബലൂൺ വീർപ്പിക്കുന്ന, കാരണം നാളെ സ്കൂൾ വർക്കല്ലേ. അപ്പോൾ അമ്മയ്ക്ക് ക്ലാസ്സിക്ക് കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് കെട്ടിക്കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. ഞാനൊരു ചെരുപ്പ് വാങ്ങി. ലോക്കലായിട്ട് ഇടാൻ വേണ്ടി വാങ്ങി ചെരുപ്പ്. ലോക്കലായിട്ട് ഇടാൻ വാങ്ങിയ ചെരുപ്പാണെങ്കിലും വിലയുണ്ട് തോന്നുന്നു. പഴയ സ്ലിപ്പറിൻ്റെ പോലെയൊന്നുമല്ല, പുതിയ ഡിസൈനാണെന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ 2 സ്ട്രാപ്പുള്ളതാണ് ഉപയോഗിക്കാറ്. സ്ലിപ്പർ ലോക്കലി. പിന്നെന്താ, ഒരു പേഴ്സ്, നല്ലൊരു പേഴ്സ് വാങ്ങിയിട്ടുണ്ടമ്മ. പിന്നെ ഇതിലെന്താ, നമ്മുടെ ചെരുപ്പാണ് ഫ്ലൈറ്റ്. കുഴപ്പമില്ല. ഇത് മഴ നനയാൻ വേണ്ടിയിട്ട് വാങ്ങിയ ചെരുപ്പാണ്. കാരണം ഇപ്പോൾ മഴക്കാലമാണല്ലോ, എല്ലാവരുടെ കയ്യിലുള്ളതും മഴ നനയാൻ പറ്റാത്ത ചെരുപ്പുകളാണ് നമ്മളെ കയ്യിലുള്ളതൊക്കെ. അപ്പോൾ ഇത് മഴക്കാലമാണ്. അപ്പോൾ സ്കൂളിലൊക്കെ ഇട്ട് നടക്കുമ്പോൾ കുഴപ്പമില്ലാത്ത മഴ നനയാൻ പറ്റിയ ചെരുപ്പ്. പിന്നെ 2 ബാഗ് വാങ്ങിയിട്ടുണ്ട്. വെയ്റ്റ്ലെസ് ബാഗ് വേണം അമ്മയ്ക്കൊക്കെ. അപ്പോൾ വെയ്റ്റ്ലെസ്സും ആവും വേണം, എന്നാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊള്ളും വേണം. കാരണം ചോറും പാത്രം, വെള്ളം കുപ്പി, നോട്ടുകൾ, കുട. അപ്പോൾ ഇതൊന്നും 2 വാങ്ങി. മഴക്കാലമാണല്ലോ, മഴ നനഞ്ഞെന്ത് ചെയ്യും. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് 2 വാങ്ങിയിട്ടുണ്ട്. 2 വെറൈറ്റി കളറായിട്ടുണ്ട്. അപ്പോൾ 2 ബാഗ്. അപ്പോൾ ഇതൊക്കെ തന്നെ. സമയം എത്രയായി? സമയം 4:28 മതി. സൺഡേ അവസാനിപ്പിക്കാം. സൺഡേ